നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ഇസ്രയേലിനെ ഇപ്പോൾ ഒരു വംശഹത്യാ രാഷ്ട്രമെന്ന് വിളിച്ചിരിക്കുകയാണ് സ്പെയിൻ്റെ പ്രൈം മിനിസ്റ്റർ. സ്പാനിഷ് പാർലമെന്റിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ രാഷ്ട്രത്തലവന്മാർ, അല്ലാതെ നിരവധി ആൾക്കാർ വിളിക്കുന്നുണ്ട് എങ്കിൽ പോലും രാഷ്ട്രത്തലവന്മാർ ഇത്ര ഓപ്പണായിട്ട് ഇങ്ങനെ പറയുന്നത് വളരെയധികം വിരളമാണ്. ഇപ്പം നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുർക്കിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള തയ്യബ് എർദഗാൻ ഇസ്രായേലിനെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മലേഷ്യയുടെ ലീഡേഴ്സ് അവരെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ് അദ്ദേഹവും ഇസ്രായേലിനെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ വളരെയധികം റയറായിട്ട് മാത്രമേ ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ, അതും സ്പെയിൻ പോലെ ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ, അതായത് ഇസ്രയേലിൽ നിന്ന് ഏകദേശം 3500 കിലോമീറ്ററൊക്കെ മാറി ഉള്ള ഒരു രാഷ്ട്രത്തിൻ്റെ തലവനാണ് ഇപ്പോൾ ഓപ്പണായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത്. ഇങ്ങനെ വിളിക്കുക മാത്രമല്ല, ലിറ്ററലി പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലുമായിട്ട് വ്യാപാര ബന്ധമൊന്നും തന്നെ ഞങ്ങൾ നടത്തില്ല എന്നാണ്. ഇങ്ങനെ ഒരു രാഷ്ട്രം പറയുമ്പോൾ, ഇങ്ങനെ ഒരു പ്രൈം മിനിസ്റ്റർ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഇസ്രയേലുമായിട്ട് ഇപ്പോഴും വ്യാപാരം നടത്തുന്ന നിരവധി രാജ്യങ്ങൾ ഇപ്പോഴുമുണ്ട്. ഇത്രയും അധികം ക്രൂരത ഗസയിൽ കാട്ടിക്കൂട്ടിയിട്ടും ഇപ്പോൾ നമ്മൾ അറബ് രാജ്യങ്ങളിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില രാജ്യങ്ങൾ ഇപ്പോഴും ഇസ്രയേലുമായിട്ട് വ്യാപാര ബന്ധം വെക്കുന്നുണ്ട്. ഇപ്പോൾ ജോർദാൻ പോലൊരു രാജ്യം, ആ രാജ്യം ഇപ്പോഴും ഇസ്രയേലുമായിട്ട് വ്യാപാര ബന്ധം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ മൊറോക്കോ എന്ന് പറയുന്ന രാജ്യം. ഈ സന്ദർഭത്തിലാണ് സ്പെയിൻ ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ സ്പെയിൻ എടുത്ത തീരുമാനം അത് വളരെയധികം പ്രാധാന്യത്തോടു കൂടി തന്നെ ലോകം കാണുന്നതും. എന്നാൽ തീർച്ചയായിട്ടും ഇസ്രയേലിന് ഈ സ്പെയിൻ്റെ നടപടി ഇഷ്ടപ്പെട്ടിട്ടില്ല. സ്പെയിൻ്റെ അംബാസിഡർ, അതായത് ഇസ്രയേലിലുള്ള അംബാസിഡറെ വിളിച്ചു വരുത്തി അവർ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഗസയിൽ ഇപ്പോൾ നടത്തുന്ന ക്രൂരതകളെ സ്പെയിൻ ഈ ഒരു ഘട്ടത്തിൽ മാത്രമല്ല വിമർശിച്ചിരിക്കുന്നത്, നിരവധി തവണ വർഷങ്ങളായി തന്നെ ഈ ഒരു ക്രൂരതയ്ക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് സ്പെയിൻ. അതിനിടെ മറ്റൊരു വാർത്ത വരുന്നത് ഇറാന്റെ തന്നെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയുടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന അഡ്വൈസറാണ് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ആണവ കരാറിൽ ഏർപ്പെടാനായി ഇറാൻ തയ്യാറാണ് എന്നാണ്. എന്നാൽ വെറുതെ അങ്ങനെ ഒരു ആണവ കരാറിൽ ആരും ഒപ്പിടില്ല. അതിനൊരു ഉപാധിയും ഇറാൻ വെക്കുന്നുണ്ട്. അതായത് സാങ്ഷൻസ് എല്ലാം, ഉപരോധങ്ങളെല്ലാം തന്നെ എടുത്ത് മാറ്റണമെന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ നെഞ്ചെടുപ്പ് കൂടുന്ന ഒരേ ഒരു രാജ്യം മാത്രമേ ഉള്ളൂ, അത് ഇസ്രയേൽ തന്നെയാണ്. കാരണം ഇറാന്റെ ഉപാധികളെല്ലാം മാറി, സാങ്ഷൻസ് എല്ലാം മാറി ഇറാൻ ലോക മാർക്കറ്റിലേക്ക് വന്നാൽ, അതായത് ഇറാന്റെ കയ്യിലുള്ള ഗ്യാസും അതുപോലെ തന്നെ പ്രകൃതിവാതകവും എല്ലാം തന്നെ ലോക മാർക്കറ്റിലേക്ക് വന്നാൽ ഇറാനെ പിന്നെ പിടിച്ചു കെട്ടാൻ സാധിക്കില്ല. അത് ഇസ്രയേലിനും നന്നായിട്ടറിയാം. എന്നിരുന്നാലും ഒരു പ്രശ്ന പരിഹാരത്തിനായിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് ന്യൂക്ലിയർ വെപ്പണോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇറാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ പോലും ഈ നിയന്ത്രണങ്ങൾ അതെടുത്ത് മാറ്റിയേ പറ്റൂ എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. 4ാം ഘട്ട ചർച്ചകൾ, ഇറാനും അമേരിക്കയുമായിട്ടുള്ള 4ാം ഘട്ട ചർച്ചകൾ നടക്കുകയാണിപ്പോൾ. അതിനിടെ ഹൂത്തികൾ 24 മണിക്കൂറിനിടെ 3 സ്ട്രൈക്കുകളാണ് ഇപ്പോൾ ഇസ്രയേലിന് മേലെ നടത്തിയിരിക്കുന്നത്. അതായത് ഇസ്രയേലിനെ വിടാനായിട്ട് ഇപ്പോൾ ഹൂതികൾ ഒരുക്കമല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്രാവശ്യം ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇസ്രയേലിനെതിരെ ഹൂത്തികൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഹൈപ്പർസോണിക് മിസൈൽ എന്ന് വെച്ചാൽ ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗമാണ് ഇത്തരം മിസൈലുകൾക്കുള്ളത്. അതിനാൽ തന്നെ ഇത്തരം മിസൈലുകളെ കണ്ടെത്തി നശിപ്പിക്കാനായിട്ട് ഇസ്രയേൽ പെടാപ്പാട് പെടുകയാണ്. അതിനിടെ അമേരിക്ക മറ്റൊരു പദ്ധതിയുമായിട്ട് വരികയാണ്. അതായത് NBC ന്യൂസ്, അമേരിക്കൻ ന്യൂസ് ഏജൻസി തന്നെയാണ്, അവരാണിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്ക പുതിയൊരു പദ്ധതി, അതായത് ഗസയിലുള്ള 1 മില്യൺ 10 ലക്ഷം ആൾക്കാരെ മാറ്റി താമസിപ്പിക്കാനായിട്ട് അമേരിക്ക പദ്ധതി ഇടുകയാണ്. ലിബിയയിലേക്കാണ് അമേരിക്ക ഇത്തരം ജനങ്ങളെ, ഗസയിലെ പാവപ്പെട്ട ജനങ്ങളെ മാറ്റി താമസിപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. NBC ന്യൂസ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് ആണ് ഇപ്പോൾ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെയധികം ആശങ്കയോടുകൂടി തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ നോക്കിക്കാണുന്നത്. അതായത് പാലസ്തീനും ഈ ലിബിയയും തമ്മിൽ ഏകദേശം 1400 കിലോമീറ്ററോളം ദൂരമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് ഇരിക്കുന്ന അത്രയും കാലം ആശങ്ക തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ ഉയരുന്നത്. ഇത് സംബന്ധിച്ച് ലിബിയൻ നേതൃത്വവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ NBC റിപ്പോർട്ട് ചെയ്യുന്നത്. പാലസ്തീനികളെ താമസിപ്പിക്കാനായിട്ട് ലിബിയ തയ്യാറായി കഴിഞ്ഞാൽ
കോടിക്കണക്കിന് ഡോളറാണ് ഇപ്പോൾ അമേരിക്ക ലിബിയയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിനു മുമ്പ് അമേരിക്ക തടഞ്ഞു വെച്ച ഡോളറാണ് ഇപ്പോൾ ലിബിയയ്ക്ക് അമേരിക്ക കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതിനിടെ മറ്റൊരു ന്യൂസ് വരുന്നത് ഇസ്രയേൽ 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ പരിമിതമായ അളവിലെങ്കിലും സഹായം ഗസയിലേക്ക് എത്തിക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മാർച്ച് 2 മുതൽ ഇസ്രയേൽ ഗസയിലേക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ചെറിയ തോതിലെങ്കിലും സഹായം ഗസയിലേക്ക് എത്തിക്കാനായിട്ട് ഇസ്രയേൽ സമ്മതിച്ചിരിക്കുന്നത്. ഇസ്രയേൽ പറയുന്നത് ഈ ഒരു സഹായം ഒരിക്കലും ഹമാസിന് കിട്ടരുത് എന്നാണ് ഇസ്രയേൽ പറയുന്നത്. അതുപോലെ തന്നെ ഇസ്രയേൽ മിലിറ്ററി ഓപ്പറേഷൻസ് എല്ലാം തന്നെ ഗസയിൽ വർദ്ധിപ്പിച്ചതായിട്ടാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു ആക്രമണത്തിൽ 103 പേരാണ് അവിടെ മരണമടഞ്ഞിരിക്കുന്നത്. ആരും ചോദിക്കാനുമില്ല, ആരും പറയാനുമില്ല. മറ്റേതെങ്കിലും ഒരു രാജ്യത്താണ് ഇത് നടന്നിരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദ്യം വന്നാനേ, ഉത്തരം വന്നാനേ, എല്ലാ കാര്യങ്ങളിലും വളരെയധികം എന്താ പറയുക, ഒരു ഇത്രയും ആൾക്കാർ കഴിഞ്ഞ ദിവസം തന്നെ മരിച്ചിരിക്കുന്നു. യാതൊരുവിധ ന്യൂസ് ചാനൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനെ ഒരു ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനോ, അവിടെ മനുഷ്യർ തന്നെയല്ലേ നിൽക്കുന്നത്, അതിനെ ഒരു ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പോലും ചില ന്യൂസ് ഏജൻസികൾ കാണിക്കുന്നുണ്ട്. അത് ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ നമ്മൾ നോക്കി അറിയാൻ പറ്റും. ചില ന്യൂസ് ഏജൻസികൾ പ്രാധാന്യത്തോടുകൂടി കാണിക്കുന്നുണ്ടെങ്കിലും കൂടുതലും ഈ ഒരു വാർത്തയൊന്നും ഹൈലൈറ്റ് കാണിക്കാതിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.